അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നാണ് യേശു കുഞ്ഞ് ജനിച്ച സമയത്ത് ആകാശത്തിൽ ദൂതന്മാര് ഈ ലോകത്തിലുള്ള ജനത്തിനോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സമാധാനത്തിന്റെ പുത്രൻ അവതരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ വരുന്ന ഡിസംബർ 25-ാം തീയതി ലോകമെമ്പാടുമുള്ള സകലരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ക്രിസ്മസിന്റെ പ്രധാന സന്ദേശം എന്താണെന്ന് ഏവർക്കും അറിവുള്ളതാണെങ്കിൽ, ചിലരെങ്കിലും അത് അറിയാത്തവരായിട്ടുണ്ട് എന്ന് ഉള്ള ധാരണയിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് മാർട്ടിൻ. കൃതി പബ്ലിക്കേഷൻസിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എല്ലാവരും എന്ത് ചെയ്യും, ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷം അതിവേഗത്തിൽ നമ്മളെ വിട്ട് കടന്നുപോയി. പ്രശ്നസങ്കീർണതയുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ, ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ കഴിയും. എന്നാൽ ഡിസംബർ, ഈ വർഷത്തിന് അവസാന മാസമായ ഡിസംബറിന്റെ ആദ്യത്തെ ആഴ്ചയുടെ ആ സമയത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ലോകത്താകമാനം ശ്രദ്ധിച്ചാലും പലവിധ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധിയുടെ നടുവിൽ കൂടെയൊക്കെ ആളുകൾ എല്ലാവരും കടന്നുപോയ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. എങ്കിലും ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം വേൾഡ് വൈഡായിട്ട്, വിശേഷിച്ച് ക്രൈസ്തവർ ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്. അതിന് കാരണം ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം, അല്ലെങ്കിൽ ഇൻകാർനേഷൻ, അവതാരം എന്നൊക്കെ അറിയപ്പെടുന്ന ദൈവത്തിന് അതിന്റെ മാനിഫെസ്റ്റേഷൻ നടന്ന ഒരു പ്രത്യേക സന്ദർഭമായിട്ട് ഡിസംബർ 25-ന് നമുക്ക് കാണാം. കേരളത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഡിസംബർ മാസം ഏറ്റവും അധികം തണുപ്പുള്ള ഒരു സമയമാണ്. തണുപ്പുള്ള സമയമായതുകൊണ്ട് തന്നെ ആ സമയത്താണ് യേശു ജനിച്ചതെന്നുള്ള ധാരണ പൊതുവേ ഉണ്ട്. ഡേറ്റ് സത്യത്തിൽ കൺഫേം ആണോ എന്ന് ചോദിച്ചാൽ പല അഭിപ്രായങ്ങൾ അതിനുണ്ട്. എങ്കിലും ഭൂരിപക്ഷം ആളുകളും പറയുന്ന ഡേറ്റ്, വേദശാസ്ത്രന്മാരും ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകളും പറയപ്പെടുന്ന ഡേറ്റ് ഡിസംബർ 25 തന്നെയാണ്. യേശു ജനിച്ചോ എന്നുള്ള ചോദ്യം ഒരു ചോദ്യമാണ്, ഒരു പ്രശ്നസങ്കീർണമായ ചോദ്യമാണ്. യേശു നമ്മളെ പോലെ, എന്നെ പോലെയും താങ്കളെ പോലെയും ഒരു മനുഷ്യനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജനിച്ച് 33.5 വർഷം ഭൂമിയിൽ ജീവിച്ച് 33.5 വയസ്സായപ്പോൾ റോമൻ പടയാളികളാൽ പിടിക്കപ്പെട്ട് കാൽവറി ക്രൂശിൽ സകല മാനവരാശിയും രക്ഷയ്ക്ക് കാരണമായി മരിക്കുക മാത്രമല്ല, 3-ാം ദിവസം മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെയാണ് ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ബൈബിളിലാണ് വാസ്തവത്തിൽ യേശുവിന്റെ ചരിത്രം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. മറ്റനവധി പുസ്തകങ്ങൾ ചരിത്രത്തോടുള്ള ബന്ധത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ജോസിഫസ്, ടാസിറ്റസ് മുതലായ അന്നത്തെ ചരിത്രകാരന്മാരുടെ എഴുത്തുകളിലും യേശുവിന്റെ നാമം ഉണ്ടായിരുന്നു എന്നൊക്കെ പഠിക്കുന്ന ആളുകൾക്ക്, ചരിത്രം മനസ്സിലാക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശു വാസ്തവത്തിൽ ജനിച്ചിരുന്നു. യേശു നമ്മളെപ്പോലെ തന്നെ ഒരു ജഡ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്ന വാക്ക് അതേ അർത്ഥം നിങ്ങൾ കണക്കാക്കരുത്. അതിനകത്തൊരു തിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റമുണ്ട്. അത് ഞാൻ വിടുകയാണ്, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട്. ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ വന്ന് ജീവിച്ച ഒരു ദൈവം എന്നാണ്, മാനിഫെസ്റ്റേഷൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. എന്താണ്? ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നതാണ് യേശു ക്രിസ്തു. യേശു ഒരു ദൈവപുത്രനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ഭാഗമോ ഒന്നുമല്ല, ദൈവമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കാണുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനമായവൻ ജഡശരീരത്തിൽ ഭൂമിയിൽ വന്നു എന്നാണ്. വചനം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ആ വചനം, ആദ്യത്തെ വാക്ക് സൃഷ്ടി നടത്താൻ കഴിയുന്ന വചനം, ആ വചനമായവൻ ഭൂമിയിൽ ഒരു മനുഷ്യനായിട്ട് അവതരിച്ചു. ആ അവതാരത്തിന്റെ ആ സാക്ഷ്യപ്പെടുത്തലുകളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് ലോകത്താകമാനമുള്ള സകല ക്രൈസ്തവരും അത് ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, സ്റ്റാറുകളൊക്കെ തൂക്കി, പുൽത്തകിടിയൊക്കെ ഉണ്ടാക്കി, മാടിന്റെ വീട്, പശുത്തൊഴുത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറിയ ചെറിയ യേശുവിൻ്റെയും
യേശുവിൻ്റെ പിതാവായിരിക്കും യോസഫിൻ്റെയും മറിയുടെയും ഒക്കെ ചെറിയ ചെറിയ ശില്പങ്ങൾ വെച്ച് അങ്ങനെ ഒരു ആചാരമായിട്ട് അന്ന് കേക്ക് മുറിക്കുന്നു, അങ്ങനെ ഭയങ്കര പരിപാടികളൊക്കെ നടത്തി അത് സെലിബ്രേഷൻ ചെയ്യുകയാണ്. വാസ്തവത്തിൽ നല്ലതാണ്, ശരിയാണ്, ഓക്കെ. പക്ഷെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ക്രിസ്മസിന്റെ ഈ ദിവസം ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു ജനിക്കേണ്ടത് എവിടെയാണ് എന്നുള്ളതാണ്. യേശു ജനിക്കേണ്ടത് എവിടെയാണ്? യേശു ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിനകത്താണ്, മനുഷ്യന്റെ ഹൃദയത്തിനകത്താണ് യേശു ജനിക്കുന്നത്. ദൈവത്തിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നത് മറിയയോട് പറയുകയാണ്. മറിയോട് ഇങ്ങനെയാണ് പറയുന്നത്, നീ ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് ലോകത്തെ മുഴുവൻ സകലരെയും രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശു എന്ന പേരിടണം. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ടെന്നാണ് അവർ, പാപത്തിൽ നിന്ന്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പാപമാണ്. ആ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ, ഒരാൾക്ക്. ആ ഒരാളാണ് ദൈവം. ആ ദൈവം മനുഷ്യനെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ഭൂമിയിൽ മാനിഫെസ്റ്റേഷനായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ പ്രത്യക്ഷനായിട്ട് എല്ലാവർക്കും പാപത്തിന് പരിഹാരമായി യാഗം കഴിക്കണമെന്നുള്ള ആ നിയമം കിടക്കുന്നത് കൊണ്ട് ആ ഒരിക്കലായിട്ട് യാഗം അർപ്പിക്കേണ്ടതിന് വേണ്ടി മനുഷ്യനായിട്ട് തന്നെ വന്നിട്ട് ജനിച്ച് ജീവിച്ച് ഗോൽഗോഥാമലയുടെ മുകളിൽ ക്രൂശിക്കപ്പെട്ട സകല മനുഷ്യൻ പാപത്തെ ചുമന്നൊഴിച്ച് കരേറിപ്പോയിട്ട് ഇന്നും ആ ദൈവ സാന്നിധ്യത്താൽ നമ്മളെ നിറയ്ക്കുകയും നമ്മുടെ ആരാധനകളിൽ, നമ്മുടെ കൂദാശകളിൽ, നമ്മൾ കൂടി വരുന്ന ഇടത്തെല്ലാം വരികയും ചെയ്യുന്നവനായൊരു ദൈവം, അതാണ് ഈശോ എന്ന് പറയുന്ന യേശു കുഞ്ഞ് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിലൊക്കെ യേശു ജനിക്കണമെന്നുള്ളതാണ് യേശു ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മനോഹരമായ ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്ത് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി പുൽത്തൊഴുത്തുണ്ടാക്കി അവിടെ യേശുവിനെ കിടത്തുക എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പരമപ്രധാന ഉദ്ദേശം. ദൈവത്തിൻ്റെ ഉദ്ദേശം എൻ്റെയും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ യേശു വസിക്കും. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു പ്രയോജനം, യേശു വന്നതിൻ്റെ പ്രയോജനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ താങ്കൾ ഒരു പാരമ്പര്യ സഭയിൽ ഒരു അംഗമായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് മുതലേ വലിയ ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെ അധിഷ്ഠിതമായ ജീവൻ നയിച്ചവനാകാം. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം വസിക്കണം എന്നുള്ളതും ഹൃദയത്തിനകത്ത് വസിച്ച ദൈവം, ആ ദൈവത്തെ ആത്മാവിശ്വാസത്തിൽ ആരാധിക്കാൻ കഴിയണമെന്നുള്ളതുമാണ്. യോഹന്നാന്റെ സുവിശേഷം ഇങ്ങനെ വാക്യമുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അവകാശം കൊടുത്തു. എങ്ങനെയാണ് യേശു ഉള്ളിൽ ജനിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശുവിനെ കൈക്കൊള്ളുന്ന ഒരുവന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരികയും അവന്റെ ഉള്ളിൽ വസിക്കുകയും ചെയ്യുന്നവനായൊരു ദൈവമാണ്. യേശു നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഈ ക്രിസ്മസിന്റെ ഈ ദിവസങ്ങൾ ഒരു പുനർചിന്തയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.